ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തിയ നുണക്കുഴി എന്ന ചിത്രം അതിൻ്റെ രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ കളക്ഷൻ വർധനവ് നേടിയെടുത്തിട്ടുണ്ട്. നുണക്കുഴിയുടെ ഇന്നത്തെ ട്രാക്കിംഗ് ഗ്രോസ് 25 ലക്ഷത്തിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 50 ലക്ഷത്തിൽ അധികം ഗ്രോസ് കളക്ഷൻ ചിത്രത്തിന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ 10 കോടി രൂപയോളം നേടിക്കഴിഞ്ഞു. വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 17 കോടി രൂപയോളമാണ്. കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഭാവന പ്രധാന വേഷത്തിലെത്തിയ ഹണ്ട് എന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കിയാൽ ചിത്രം പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കാണാം. ആദ്യ ദിവസം ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ 5 ലക്ഷമാണെങ്കിൽ രണ്ടാം ദിവസം ഇത് 3 ലക്ഷത്തിലേക്ക് താഴുകയാണ് ഉണ്ടായത്. 2 ദിവസത്തെയും കൂടി ചിത്രത്തിൻ്റെ മൊത്തം ഗ്രോസ് കളക്ഷൻ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകാൻ സാധ്യതയില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിലൊന്നായ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 3 കോടി രൂപയ്ക്കടുത്ത് പ്രതീക്ഷിക്കുന്നു. GCCയിൽ കഴിഞ്ഞ ദിവസം ചിത്രം റിലീസ് ചെയ്തപ്പോൾ അവിടെയും മികച്ച തുടക്കമാണ് മണിച്ചിത്രത്താഴിന് ലഭിച്ചത്. ഏകദേശം 27 ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ GCCയിൽ നിന്ന് ചിത്രത്തിന് നേടാനായിട്ടുണ്ട്.